കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 12 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ എറണാകുളം ജില്ലയിൽ പൊട്ടിത്തെറി. ജില്ലാ പ്രസിഡന്റും നിയോജക മണ്ഡലം പ്രസിഡന്റും രാജിവെച്ചു. പിറവം, പെരുമ്പാവൂർ സീറ്റുകൾ പേയ്മെന്റ് സീറ്റാണ് എന്നാണ് ആരോപണം. കേരള കോൺഗ്രസ് എമ്മിന് 13 സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നുവെങ്കിലും അതുണ്ടായില്ല. പിന്നാലെയാണ് 12 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കും. മറ്റു എംഎൽഎമാർ അതത് സീറ്റുകളിലും മത്സരിക്കും. തൊടുപുഴയിൽ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന അധ്യക്ഷൻ സിറിയക് ചാഴിക്കാടനാണ് സീറ്റ് ലഭിച്ചിരിക്കുന്നത്. പിറവത്ത് സാബു കെ ജേക്കബും പെരുമ്പാവൂരിൽ ബേസിൽ പോളും സ്ഥാനാർത്ഥികളായി. ചാലക്കുടിയിൽ ബിജു ചെറിയത്തും ഇരിക്കൂറിൽ മാത്യു കുന്നപ്പള്ളിയുമാണ് സ്ഥാനാർത്ഥി. കടുത്തുരുത്തിയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി. സ്റ്റീഫൻ ജോർജിനെ ഇത്തവണ പരിഗണിച്ചില്ല. എല്ലാ സ്ഥാനാർത്ഥികളെയും നമുക്ക് ഓരോ പ്രദേശത്തും വളരെയധികം സ്ക്രൂട്ടനൈസ് ചെയ്ത് ഏറ്റവും ജനപിന്തുണയും അതോടൊപ്പം തന്നെ വിജയസാധ്യതയും നോക്കിയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മളെ കൂടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി മത്സരിക്കട്ടെ എന്ന് ചിന്തിച്ചതുകൊണ്ടാണ്. തന്നെയുമല്ല, എനിക്ക് കൂടുതൽ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി നിലയ്ക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാനുണ്ട്. ഈ കാരണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങനെ തീരുമാനിച്ചു എന്നുള്ളതേ ഉള്ളൂ, മറ്റൊരു കാരണവുമില്ല. അതേസമയം പ്രഖ്യാപനത്തിനു പിന്നാലെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫും നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും രാജിവെച്ചു. പെരുമ്പാവൂരും പിറവത്തും പേയ്മെന്റ് സീറ്റ് ആരോപിച്ചാണ് രാജിവെച്ചത്. ഈ മുന്നണിയിൽ മുന്നോട്ട് തുടരാൻ ഞാൻ താല്പര്യപ്പെടുന്നതും ഞങ്ങൾ എന്റെ കൂടെയുള്ളവരും താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ആരോപണങ്ങളെ ജോസ് കെ മാണി തള്ളിക്കളഞ്ഞു. എല്ലാ തിരഞ്ഞെടുപ്പിലും ഇത്തരം ആരോപണങ്ങൾ ഉയരാറുണ്ടെന്നായിരുന്നു ജോസ് കെ മാണിയുടെ മറുപടി. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.